നോക്കി യാത്ര ചെയ്യും ശാശ്വത വീട്ടിൽ എത്തുവോളം ക്രൂശെ നോക്കി യാത്ര ചെയ്യും ശാശ്വത വീട്ടിൽ എത്തുവോളം ശാന്ത തുറമുഖം അടുത്തു എൻ്റെ കാന്തനോട് ഏറ്റമടുത്തു ശാന്ത തുറമുഖം അടുത്തു എൻ്റെ കാന്തനോട് ഏറ്റമടുത്തു അധികമില്ല യാത്ര അധികമില്ല യാത്ര അധികമില്ല. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗപ്പനും പിതാവേ തിരുനാമത്തിനായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്ന അപ്പം ഒരു ദിവസം കൂടി കർത്താവ് ജീവിതത്തിൽ ദാനമായി നൽകിയല്ലോ. രാവിലെ മുതൽ കർത്താവെ ഈ നിമിഷം വരെ ദൈവം ഞങ്ങളെ പരിപാലിച്ചു. കർത്താവെ ഈ ഫെയ്ത്ത് വോയിസിലൂടെ കർത്താവെ ഇപ്രകാരം ഒരു വചനം ശുശ്രൂഷിപ്പാൻ അടിയൻ അവസരം നൽകിയ കർത്താവ് ജിജോ യോഹന്നാൻ പാസ്റ്ററിനോടും മാത്യു ജോൺ പാസ്റ്ററിനോടുള്ള കർത്താവെ ദൈവസ്നേഹത്തെ ആദ്യമേ ഞാൻ അറിയിക്കുന്നപ്പോൾ ദൈവകൃപ കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളിലൊക്കെ ഞങ്ങൾ നടത്തിയത് അവിടുന്നാണ്. പ്രത്യേക കർത്താവെ ഞങ്ങളിപ്പോൾ അഭിമുഖീകരിക്കുന്ന 2 സിറ്റുവേഷൻസ് കർത്താവെ വളരെ മോശമാണല്ലോ. ഒന്ന് COVID-19, അപ്പോൾ തന്നെ കർത്താവെ കേരളത്തിൽ കർത്താവെ ഫ്ലഡിനാൽ കർത്താവെ പല ഏരിയകളും ഭാരപ്പെടുന്നല്ലോ. കർത്താവെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നപ്പോൾ ദൈവമേ കൊടുങ്കാറ്റും തിരമാലയും ഞങ്ങളുടെ ജീവിതത്തിൽ ആനടിച്ചാലും കർത്താവെ ഞങ്ങളെ കൈവിടാത്തൊരു സ്നേഹിതൻ ഞങ്ങളുടെ കൂടെ ഉള്ളതിനായി സ്തോത്രം. കർത്താവെ അവിടെ സ്ഥാനം ഞങ്ങളുടെ കൂടെ അയക്കുന്നതിനായി സ്തോത്രം. കർത്താവെ ഇന്ന് ഞാൻ കർത്താവെ പറയുന്ന വചനങ്ങൾ കർത്താവെ അടിയൻ്റെ ജീവിതത്തിലും കർത്താവ് കേൾക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തിലും കർത്താവെ ഒരു അനുഗ്രഹമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പോൾ ഫെയ്ത്ത് വോയിസിനായി കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ കാലഘട്ടത്തിൽ കർത്താവെ സമൂഹത്തിൽ കർത്താവെ ഈ ഒരു സിറ്റുവേഷനിൽ കർത്താവെ ദൈവവചനം കർത്താവെ ഇങ്ങനെ ലൈവ് പ്ലാറ്റ്ഫോമിലൂടെ പ്രസ്താവിക്കുമ്പോൾ കർത്താവെ അത് അനേകർക്ക് അനുഗ്രഹമായി ആശ്വാസമായി മാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മാനവും മഹത്വവും ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, ദൈവത്തിന് അർപ്പിക്കുന്നു. അപ്പോൾ പ്രാർത്ഥനാപക്ഷം കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇപ്രകാരം ഒരു ഫേസ്ബുക്ക് ലൈവിൽ കൂടി ദൈവത്തിൻ്റെ വചനം ഷെയർ ചെയ്യുവാൻ അവസരം നൽകിയ ജിജോ യോഹന്നാൻ പാസ്റ്ററിനോടും അപ്പോൾ തന്നെ എന്നെ ഈ ഫെയ്ത്ത് വോയിസിലേക്ക് റെഫർ ചെയ്ത മാത്യു ജോൺ പാസ്റ്ററിനോടും എൻ്റെ സ്നേഹത്തെ അറിയിക്കുന്നു. ജിജോ യോഹന്നാൻ പാസ്റ്ററും എനിക്ക് ഒരുമിച്ച് റിവൈവൽ സെൻറ്റർ ഹൈദരാബാദിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിനെ ശുശ്രൂഷിപ്പാൻ കർത്താവിനെ ആരാധിപ്പാൻ ദൈവം അവസരം നൽകിയിട്ടുണ്ട്. പാസ്റ്ററിൻ്റെ മിനിസ്ട്രിയെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ അനേകർക്ക് അതൊരു അനുഗ്രഹമായിരുന്നു. എൻ്റെ ജീവിതത്തിലും പാസ്റ്ററിൻ്റെ വചനങ്ങൾ എനിക്ക് അനുഗ്രഹമായി തീർന്നിട്ടുണ്ട്. ഫെയ്ത്ത് വോയിസിനോടുള്ള നന്ദിയെ പ്രാരംഭമായി അറിയിക്കുന്നു. അപ്പോൾ തന്നെ ഇന്ന് എൻ്റെ കൂടെ ലൈവിലുള്ള എൻ്റെ മാതാപിതാക്കൾ ലൈവിലുണ്ട്. അപ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ട്സും അങ്ങനെ പലരും ലൈവിൽ ചേർന്നിട്ടുണ്ട്. എൻ്റെ എല്ലാ FB ഫ്രണ്ട്സിനും ഫെയ്ത്ത് വോയിസിലെ എല്ലാ മെമ്പേഴ്സിനും ദൈവനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വളരെ ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ ഒരു സബ്ജക്റ്റ് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 2 ജനറേഷൻ്റെ കമ്പാരിസണാണ് ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അതിലൂടെ നമ്മുടെ ആധികാരികത, ദ ഒത്തൻറ്റിസിറ്റി ഓഫ് ഗോഡ്, ദ ഒത്തൻറ്റിസിറ്റി ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്, ദ ഒത്തൻറ്റിസിറ്റി ഓഫ് ചേർച്ച് ആൻഡ് ദ ഒത്തൻറ്റിസിറ്റി ഓഫ് ദ പീപ്പിൾ ആൻഡ് എ നേഷൻ. 4 കാര്യങ്ങളാണ് ആധികാരികത. ദൈവവചനത്തിൻ്റെ ആധികാരികത, ദൈവത്തിൻ്റെ ആധികാരികത, യേശുവിൻ്റെ ആധികാരികത, ദൈവസഭയുടെ ആധികാരികത, അപ്പോൾ തന്നെ ദൈവജനത്തിൻ്റെ, അപ്പോൾ തന്നെ ദൈവരാജ്യത്തിൻ്റെ ആധികാരികത, അപ്പോൾ തന്നെ ഒരു രാജ്യത്തിൻ്റെയും ഈ ലോകത്തുള്ള രാജ്യത്തിൻ്റെയും ആധികാരികത നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തി എൻ്റെ വാക്കുകളെ വിരമിക്കാൻ ആഗ്രഹിക്കുന്നു. ആദ്യമായി ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ മാത്യു ചാപ്റ്റർ 21 ആൻഡ് മാർക്ക് ചാപ്റ്റർ 11 ബേസ് ചെയ്താണ് ആഗ്രഹിക്കുന്നത്. യേശുവിൻ്റെ യെരുശലേമിലേക്കുള്ള യാത്ര തൊട്ട് യേശുവിൻ്റെ മരണം വരെ യേശു ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്. യേശു പ്രസ്താവിച്ച കുറേ വാക്കുകളുണ്ട്. അതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാനിന്ന് ദൈവജനത്തിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ തന്നെ ഈ ജനറേഷനിൽ ഈ കാലഘട്ടത്തിനെ അതുമായിട്ട് ബന്ധപ്പെടുത്തുവാൻ കൂടി ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതൊരു ക്രോണോളജിക്കൽ ഓർഡറിലല്ല ഞാൻ പറയുന്നത്. ഈ 4 കാര്യങ്ങളെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് ഇതിൻ്റെ സിറ്റുവേഷൻസ് സംഭവിച്ചതിൻ്റെ ക്രോണോളജിക്കൽ ഓർഡറിലല്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ തുടങ്ങുന്നത് ചിലപ്പം ക്രൂശിലെ കള്ളൻ്റെ സബ്ജക്റ്റ് വെച്ചിട്ടായിരിക്കാം.
പാം ലീവ്സ് വെച്ചിട്ടായിരിക്കാം. പക്ഷേ ഇതെല്ലാം ഓർഡറിലല്ല. പക്ഷേ എങ്കിൽ പോലും ഒത്തൻറ്റിസിറ്റി ഓഫ് ഗോഡ്, ദൈവം രാജാവാണ്, യേശു രാജാതിരാജനാണെന്ന് കാണിക്കാൻ, വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വചനം ഈ കാലഘട്ടത്തിലും ആധികാരികതയുള്ളതെന്ന് കാണിക്കാൻ, ദൈവസഭയുടെ ആവശ്യകത ഈ കാലഘട്ടത്തിൽ ആധികാരികതയുള്ളതെന്ന് തെളിയിക്കുവാൻ വേണ്ടി, ദൈവജനത്തിൻ്റെ അപ്പോൾ തന്നെ ഇസ്രായേലിൻ്റെ ആധികാരികത എന്തെന്ന് തെളിയിക്കാൻ വേണ്ടി ഒരു ക്രോണോളജിക്കൽ ഓർഡറിലല്ല, പക്ഷേ മാത്യു ചാപ്റ്റർ 21 ആൻഡ് മാർക്ക് ചാപ്റ്റർ 11, മത്തായിയുടെ സുവിശേഷം 21 അധ്യായം തൊട്ട് മുമ്പോട്ടും മർക്കോസിൻ്റെ സുവിശേഷം 11 അധ്യായത്തിനെയും ബേസ് ചെയ്തിട്ടാണ് ഇന്നത്തെ വചനചിന്ത മുമ്പോട്ട് പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് ദൈവം യേശുവിനെ കുറിച്ച്, യേശു രാജാതിരാജാവ്, കിങ് ഓഫ് കിങ്സ് എന്ന് യേശുവിനെ തെളിയിക്കുന്ന ഒരു ഭാഗമാണ് ഞാൻ ആദ്യം സംസാരിക്കുന്നത്. ക്രൂശിലെ കള്ളൻ്റെ മൊഴികളാണ് യേശു രാജാവെന്ന് ആ സമയത്ത്, ആ ഒരു സിറ്റുവേഷനിൽ, എരുശലേമിലോട്ടുള്ള യാത്ര മുതൽ ക്രൂശീകരണം വരെയുള്ള ടൈമിൽ ക്രൂശിലെ കള്ളനാണ് യേശുവിനെ രാജാവെന്ന് വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നത്. ക്രൂശിലെ കള്ളൻ ഇങ്ങനെയാണ് പറയുന്നത്, യേശുവിൻ്റെ കൂടെ ക്രൂശിക്കപ്പെട്ട കള്ളൻ ഇങ്ങനെയാണ് പറയുന്നത്, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടി ഓർക്കണമേ. ക്രൂശിലെ കള്ളൻ ഒരു കാര്യം മനസ്സിലായി, യേശു എന്ന് പറഞ്ഞ വ്യക്തി അല്ലെങ്കിൽ യേശു ആ ക്രൂശ് കൊണ്ട് ഒതുങ്ങുന്ന ഒരാളല്ല, മരണം കൊണ്ട് കീഴ്പ്പെടുത്താൻ പറ്റുന്ന ഒരാളല്ല, മരണത്തെ ജയിക്കുന്ന എന്തോ ഒരു ശക്തി യേശുവിലുണ്ട്. അങ്ങനെയെങ്കിൽ മരണത്തെ തോൽപ്പിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് യേശു. നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ, നിന്റെ കിങ്ഡം, നിന്റെ രാജാവായി നീ തിരിച്ചു വരുമ്പോൾ എന്നെയും കൂടി ഓർക്കണമേ എന്ന് ക്രൂശിലെ കള്ളൻ വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നു. അതിൽ നിന്നൊരു കാര്യം നമുക്ക് വ്യക്തമാണ്, ഹീ ഈസ് എ ലോർഡ് ഹു ഈസ് നോട്ട് ഗോണ ബി ബെറീഡ്. അവൻ മരണം കൊണ്ട് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ഒരുവനല്ല, അവൻ മരണത്തെ തോൽപ്പിച്ചു. ലോകത്തിൽ നമുക്ക് വിക്കിപീഡിയയിൽ സെർച്ച് ചെയ്താൽ അറിയാം, ഹു ഹാഡ് റിസൺ ഫ്രം ദ ഡെത്ത്. മരണത്തിന് മേൽ അധികാരമുള്ളത് അല്ലെങ്കിൽ മരണത്തെ തോൽപ്പിച്ചത് ആരാണെന്ന് നമ്മൾ ഗൂഗിളിൽ ജസ്റ്റ് സെർച്ച് ചെയ്താൽ അപ്പോൾ കാണാൻ കഴിയുന്ന ഒരൊറ്റ വേർഡേ ഉള്ളൂ, അത് ജീസസ് ക്രൈസ്റ്റ് എന്നാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ടൊരു കാര്യം പറയട്ടെ, ഹീ ഈസ് ദ കിങ് ഓഫ് കിങ്സ്. അവൻ രാജാവാണ്. യേശു രാജാവാന്ന് തെളിയിക്കുന്ന വേറൊരു സംഭവം കൂടി യെരുശലേമിലെ യാത്ര മുതൽ ക്രൂശീകരണം വരെയുള്ള സംഭവത്തിൽ ഒരു കാര്യം കൂടി വളരെ വ്യക്തമായിട്ട് തെളിയിക്കുന്നു. യെരുശലേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ യേശു ഒരു കഴുതയുടെ പുറത്താണ് കയറി വരുന്നത്. ഒരു കഴുത, എന്തുകൊണ്ട് യേശു കഴുതേനെ ചൂസ് ചെയ്തു? ഒത്തിരി ആനിമൽസ് ഉണ്ടായിരുന്നല്ലോ. സാധാരണ ആ കാലഘട്ടത്തിൽ യെരുശലേമിലേക്ക് യാത്ര ചെയ്തവർ അല്ലെങ്കിൽ യെരുശലേമിലേക്ക് പോകുന്നവർ സാധാരണ ഉപയോഗിച്ചിരുന്ന രാജരഥങ്ങളാണ്. ഒരു രാജാവ് വരേണ്ടത് ഒരു ഹോഴ്സ്, ഒരു കുതിരയുടെ പുറത്താണ്. കുതിരകളും പട്ടാളക്കാരും അങ്ങനെയുള്ളൊരു ഒരു ക്രമീകരണത്തിൽ കൂടി ആണ് സാധാരണ രീതിയിൽ രാജാക്കന്മാർ വന്നിരുന്നത്. പക്ഷേ യേശു രാജാവാണെന്ന് തെളിയിക്കാൻ വേണ്ടി യേശു ഉപയോഗിച്ചത് ഒരു കഴുതേനെയാണ്, ഒരു പെൺ കഴുതേനെയാണ്. എന്തുകൊണ്ടാണ് യേശു ഒരു കഴുതേനെ യൂസ് ചെയ്തത്? അതിന് ഇത്ര മാത്രമാണ് ഒത്തൻറ്റിസിറ്റി ഓഫ് ഗാഡ്. ജീസസ് ഈസ് ദ കിങ് ഓഫ് കിങ്സ് എന്ന് ഇന്ന് രാത്രിയിൽ ഞാൻ പിന്നെയും തെളിയിക്കട്ടെ. സെക്കറിയാവ് 9:9 യേശു ജനിക്കുന്നതിന് 560 വർഷങ്ങൾക്ക് മുമ്പ് സെക്കറിയാവ് എന്ന് പറഞ്ഞൊരു പ്രവാചകൻ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചു. സെക്കറിയാവ് ചാപ്റ്റർ 9:9, യെരുശലേം പുത്രിയെ ആർപ്പിടുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു, അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറു കഴുതപ്പുറത്തും കയറി വരുന്നു. ആ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ച്, യെരുശലേം പുത്രിയെ ആർപ്പിടുക, ഇതാ നിന്റെ രാജാവ്, ഇതാ നിന്റെ രാജാവ്. ആ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി, ആ കാലഘട്ടത്തിലെ പുരോഹിതന്മാർക്കും ന്യായപ്രമാണികൾക്കും ഒക്കെ മനസ്സിലാകാൻ വേണ്ടി അവർക്കറിയാവുന്ന ഓൾഡ് ടെസ്റ്റ്മെന്റ്, അവർ ഉയർത്തിപ്പിടിച്ചിരുന്ന ഓൾഡ് ടെസ്റ്റ്മെന്റിലെ ഒരു വാക്യം സ്പെസിഫൈ ചെയ്തുകൊണ്ട് അതിനെ ആ പ്രവചനത്തെ നിറവേറ്റുവാൻ വേണ്ടി യേശു കഴുതയെ തന്നെ ചൂസ് ചെയ്തു. അതും പെൺ കഴുതനെ തന്നെ ചൂസ് ചെയ്തു. ആ കഴുതയുടെ പുറത്താണ് യെരുശലേമിലേക്ക് യാത്ര തിരിച്ചത്. അവിടെയും വചനത്തിലൂടെ നമ്മൾ പിന്നെയും തെളിയിക്കുന്നു യേശു രാജാതിരാജാവാണ്. ഇന്നും എന്നെ കേൾക്കുന്നവരെ, എന്നെപ്പോലുള്ള അനേക മീറ്റിങ്ങുകളിൽ ലൈവിലും ഒക്കെ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാറുണ്ട് യേശു രാജാതിരാജാവാണ്. അത് വെറുതെ അല്ല. ആകാശം മാറിയാലും ഭൂമി മാറിയാലും ദൈവത്തിൻ്റെ വചനത്തിന് ഒരു മാറ്റവുമില്ല. ഈ വചനത്തിൽ എന്തൊക്കെ വാഗ്ദത്തങ്ങൾ നിങ്ങളോട് കഴിഞ്ഞ നാളുകൾ അരുളി ചെയ്തോ അതൊക്കെയും വളരെ ശക്തമായി പിന്നെയും ആട്ടി ഉറപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പറയട്ടെ, യേശു രാജാതിരാജാവ്. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന, എൻ്റെ ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും യേശുവിനെ അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ഇന്ന് രാത്രിയിൽ നിങ്ങളോട് വളരെ ആധികാരികതയോടെ സൂചിപ്പിക്കുന്നു, യേശു രാജാതിരാജാവ്. ക്രൂശിലെ കള്ളൻ്റെ മൊഴിയിൽ
വാക്കുകളിൽ നിന്ന് അത് വ്യക്തമാണ്. അവൻ കള്ളനായിരുന്നു, പക്ഷെ അവൻ പാപം ചെയ്തവനായിരുന്നു. പക്ഷെ അവൻ ഒരു കാര്യം ആ ക്രൂശിൽ കിടന്നപ്പോൾ മനസ്സിലായി, ഇവൻ രാജാതി രാജാവാണ്. നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടി ഓർക്കണമേ. അവൻ മരണം കൊണ്ട് ഒതുങ്ങുന്നവനല്ല. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മരണം കൊണ്ട് ഒതുങ്ങാത്ത ഒരു ഒറ്റ ദൈവമേ ഈ ലോകത്തിലുള്ളൂ. അത് ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ നസ്രയനായ യേശു ക്രിസ്തുവാണ്. ആമേൻ. യെരൂശലേം പുത്രി ആർപ്പിടുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു. അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും കഴുതയുടെ കുട്ടിയായ ചെറുകഴുതപ്പുറത്തും കയറി വരുന്നു. കഴുതപ്പുറത്ത് കയറി വരാൻ ഒറ്റ കാരണമേ ഉള്ളൂ. അവൻ പ്രവചനത്തിന്റെ നിവൃത്തീകരണം ആകുമ്പോൾ തന്നെ അത് ജനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയായിരുന്നു. അത് രാജാതി രാജാവാണ്. കഴുതപ്പുറത്ത് കയറി വരുമെന്നുള്ള പ്രവചനം 560 വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ചത് സ്പെസിഫിക് ആയിട്ട് യേശു നിവർത്തിച്ചെങ്കിൽ, യേശു മടങ്ങി വരുമെന്ന് പറഞ്ഞ പ്രവചനങ്ങൾ ഈ പുസ്തകത്തിൽ ഇന്നും എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എന്നെ കേൾക്കുന്നവർ ആരെങ്കിലും ഒരു സംശയത്തിന്റെ നിഴലിലാണെങ്കിൽ, 560 യേശു ജനിക്കുന്നതിന് 560 വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ച സെക്കറിയ പ്രവാചകൻ പ്രവചിച്ച പ്രവചനം അതേപടി നിവർത്തിയായെങ്കിൽ, യേശുവിൻ്റെ കാലഘട്ടത്തിൽ അനേക സുവിശേഷകർ ഇന്നും ഈ ജനറേഷനിലും അനേക സുവിശേഷകർ വിളിച്ചു പറയുന്നു, യേശുവിൻ്റെ രണ്ടാം മടങ്ങി വരവുണ്ട്, അത് പ്രാവർത്തികമാകും നിശ്ചയം. അതിനുവേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു. അത് നിശ്ചയമായിട്ടും നടക്കുമെന്നുള്ള പ്രത്യാശയോടെ ഞങ്ങൾ കാത്തിരിക്കുമ്പോൾ ജനങ്ങളിലേക്ക് ഞങ്ങൾ പിന്നെയും എത്തിക്കുകയാണ്. അന്നും അനേകർ വിളിച്ചു പറഞ്ഞു, അന്നും യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞു, അന്നും അതാരും റെക്കഗ്നൈസ് ചെയ്തില്ല. ആ ന്യായപ്രമാണികൾക്കോ പുരോഹിതന്മാർക്കോ ക്ലർജിക്കൽ സമൂഹത്തിനോ അല്ലെങ്കിൽ ആ യഹൂദ പാരമ്പര്യമുള്ളവർക്കോ ആർക്കും അത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. കാരണം അവർക്ക് ആ ആധികാരികത, യേശുവിൻ്റെ ആധികാരികത, അവൻ രാജാവെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇന്നത്തെ സമൂഹത്തിനും ഇന്നത്തെ ജനങ്ങൾക്കും പലർക്കും പറ്റുന്നതാണ്. യേശുവിൻ്റെ രാജാതി രാജാവ് യേശു ആണെന്ന്, കിങ് ഓഫ് കിങ്സ് അവനാണെന്ന് മനസ്സിലാക്കാൻ ഇന്നത്തെ ജനസമൂഹത്തിനും കഴിയുന്നില്ല. ആ കാലഘട്ടത്തിൽ ഞങ്ങളെപ്പോലുള്ളവർ വേർതിരിഞ്ഞ് നിന്നുകൊണ്ട് സംസാരിക്കുകയാണ്. ഒതൻറ്റിസിറ്റി ഓഫ് ഗോഡ്. ജീസസ് ഈസ് ദ കിങ് ഓഫ് കിങ്സ്. ഹീ ഈസ് ദ ക്രൈസ്റ്റ്. അടുത്ത ഒരു ഭാഗത്തേക്ക് ഞാൻ പോവുകയാണ്. ഒതൻറ്റിസിറ്റി ഓഫ് വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്തിൻ്റെ ആധികാരികതയെക്കുറിച്ചാണ് ഞാൻ അടുത്ത് സംസാരിക്കുന്നത്. ഒന്നാമത് ഞാൻ തെളിയിച്ചു കഴിഞ്ഞു, ജീസസ് ഈസ് ദ കിങ് ഓഫ് കിങ്സ്. അതിൻ്റെ 2 റീസൺസാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ഒരു കള്ളൻ തന്നെ സൂചിപ്പിക്കുന്നു രാജ്യത്വം പ്രാപിച്ചു വരുമെന്ന്. അപ്പോൾ തന്നെ വേറൊരു റീസണാണ് ഞാൻ പറഞ്ഞത്, പ്രവചനത്തിൻ്റെ നിവൃത്തീകരണം. അപ്പോൾ തന്നെ മൂന്നാമതായി ഞാൻ പറഞ്ഞത്, അവൻ മരണത്തെ തോൽപ്പിച്ചു. മരണത്തിൻ്റെ മേൽ, കാറ്റിൻ്റെ മേൽ, കടലിൻ്റെ മേൽ, പ്രകൃതിയുടെ മേൽ അധികാരമുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അത് സൂചിപ്പിക്കുന്നത് ജീസസ് ഈസ് ദ കിങ് ഓഫ് കിങ്സ്. അടുത്ത വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ നിവൃത്തീകരണം ആണ്. ഈ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ നിവൃത്തീകരണം എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, യേശു ദൈവവചനത്തിൽ കൂടിയാണ് ഓരോ കാര്യങ്ങളും പ്രസ്താവിച്ചത്. ന്യായപ്രമാണത്തിനെ വളരെ ഫോക്കസ് ചെയ്തുകൊണ്ട്, പഴയ നിയമ കൽപ്പനകളെ വളരെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് യേശു തൻ്റെ ശുശ്രൂഷ നിവർത്തീകരിച്ചത്. ന്യായപ്രമാണത്തിന് വിഹിതമല്ലാത്തതൊന്നും യേശു ചെയ്തില്ല. ഇന്നും ഞങ്ങൾക്ക് സ്പെസിഫൈ ചെയ്യാനുള്ളതാണ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വചനത്തിൽ എന്തു പറയുന്നുവോ അത് വളരെ ആത്മാർത്ഥമായി സംഭവിക്കും. ഈ പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റം, ഇന്നത്തെ നാച്ചുറലായിട്ടുണ്ടാകുന്ന പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ കാണുമ്പോൾ പലർക്കും ഒരു സംശയം ഉണ്ടാകും, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഞാനൊരു ഒറ്റ എക്സാമ്പിൾ, ഒരു സയൻറ്റിഫിക് ആയിട്ട് ഒരു കാര്യം പറഞ്ഞ് തെളിയിച്ചത് കൊണ്ട് ഞാൻ ആ ഭാഗം അങ്ങ് വിടുകയാണ്. മാർക്ക് ചാപ്റ്റർ 12 നിങ്ങൾ വായിക്കുമ്പോൾ, മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം തുടക്കത്തിൽ തന്നെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, പ്രകൃതിയിലുണ്ടാകുന്ന ഒരു മാറ്റത്തെ സയൻറ്റിഫിക്കായിട്ട് ഞാൻ വചനാടിസ്ഥാനത്തിൽ തെളിയിച്ചുകൊണ്ട് ദ വേർഡ് ഓഫ് ഗോഡ്, ഒതൻറ്റിസിറ്റി ഓഫ് വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആധികാരികത ഞാൻ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കട്ടെ. ക്ലൈമാറ്റിക് ചേഞ്ചസ്, ഈ ഒരു സമൂഹത്തിലുണ്ടാകുന്ന, ഈ ഒരു കാലഘട്ടത്തിലുണ്ടാകുന്ന ക്ലൈമാറ്റിക് ചേഞ്ചസിനെ വളരെ വ്യക്തമായിട്ട് ദൈവവചനത്തിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. വചനത്തെ വിശ്വസിക്കാത്ത ആരെങ്കിലും ഇന്നുണ്ടെങ്കിൽ, ദൈവമക്കളെ, ഈ വചനം അല്ലെങ്കിൽ ഈ വചനം ശരിയാണോ? ഈ വചനം സയൻറ്റിഫിക്കായിട്ട് ഇത്രയും വളർന്ന കാലഘട്ടത്തിൽ, സയൻസ് ഇത്രയും ഉയർന്ന കാലഘട്ടത്തിൽ, സമൂഹം ഇത്രയും മുമ്പോട്ട് പോയ കാലഘട്ടത്തിൽ ഇത് ശരിയാണോ എന്ന് സംശയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്ന് ഈ വചനം ഞാൻ പിന്നെയും എന്നെപ്പോലുള്ളവർ അനേകർ പ്രസംഗിക്കുന്നതാണ്, ഇന്നും ഞങ്ങൾ തെളിയിക്കുകയാണ്. ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് ദ റിയൽ വേർഡ് എന്ന് തെളിയിക്കുന്ന ഒരു സംഭവം കൂടി പറഞ്ഞ് ഞാൻ മുമ്പോട്ട് പോവുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, ആകാശത്തിൻ്റെ ശക്തി ഇളകിപ്പോകും. എന്താണ് ആകാശത്തിനുള്ള ശക്തി? നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ ആകാശത്തിന് എന്ത് ശക്തിയാണുള്ളത്? ദൈവവചനത്തിൽ മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിൽ എഴുതിയേക്കുന്ന ഒരു വാക്യമാണ്, ആകാശത്തിൻ്റെ ശക്തി ഇളകിപ്പോവും. ആ കാലത്ത് എന്ന് പറയുമ്പോൾ ഈ സിറ്റുവേഷനിൽ, ഈ ജനറേഷനിൽ, അന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ച് എഴുതി വെച്ച വാക്യമാണ്, ആകാശത്തിൻ്റെ ശക്തി ഇളകിപ്പോവും. എന്താണ് ആകാശത്തിൻ്റെ ശക്തി? നിങ്ങൾക്കറിയാമോ, നമ്മുടെ ഭൂമിയെ താങ്ങി നിർത്തുന്ന അറ്റ്മോസ്ഫിയറിൽ ഓസോൺ എന്ന് പറഞ്ഞൊരു ലെയർ ഉണ്ട്. ഓസോൺ പാളികൾ, നമ്മുടെ സ്കൂൾ ലൈഫിലും നമ്മുടെ കോളേജ് ലൈഫിലൊക്കെ നമ്മൾ പഠിച്ചതാണ് ഓസോൺ ലെയർ. ഈ ഓസോൺ ലെയറിനൊരു പ്രത്യേകതയുണ്ട്.
ഭൂമിക്ക് വെളിയിലുള്ള അനേകം UV റേസ് അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് റേസിനെയൊക്കെ ഭൂമിയിലേക്ക്, അല്ലെങ്കിൽ അനേകം മീറ്റിയോഴ്സ്, മറ്റുള്ള പ്ലാനറ്റ്സിനെയൊക്കെ പോയി അനേകം മീറ്റിയോഴ്സ് അറ്റാക്ക് ചെയ്തിട്ട് ആ പ്ലാനറ്റ്സിൻ്റെയൊക്കെ ശക്തി ക്ഷയിക്കുമ്പോൾ ഈ ഭൂമിയെ കവർ ചെയ്ത് നിർത്തുന്ന ഒരു അറ്റ്മോസ്ഫിയറിക് ലെയറാണ്. അത് അറ്റ്മോസ്ഫിയറിൻ്റെ ഏറ്റവും മുകളിലുള്ള ഭാഗമാണ് ഓസോൺ ലെയർ എന്ന് പറയുന്നത്. ഈ ഓസോൺ ലെയർ അവിടെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് പല UV റേസും അതുപോലുള്ള മറ്റുള്ള പ്രകൃതി കിരണങ്ങൾ ഒന്നും ഭൂമിയിലേക്ക് അടിക്കാതെ നമ്മൾക്കിവിടെ ജീവനോടെ ജീവിക്കുവാൻ കഴിയുന്നത്, ജീവൻ്റെ തുടിപ്പ് നിലനിർത്താൻ കഴിയുന്നത്. ആ വചനത്തിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചേക്കുവാണ് ആകാശത്തിൻ്റെ ശക്തി ഇളകിപ്പോകുന്നത്. ഇന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ഇന്നത്തെ കാലഘട്ടത്തിൽ, ഇന്നത്തെ സമൂഹത്തിൽ, ഈ ജനറേഷനിൽ, ഞാൻ ആ ജനറേഷനും ഈ 2 ജനറേഷനോട് കമ്പയർ ചെയ്യുവാണ്. അന്ന് എഴുതി വെച്ചു, വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനത്തിൽ എഴുതി വെച്ചു ആകാശത്തിൻ്റെ ശക്തി ഇളകിപ്പോകുന്നത്. ഓസോൺ ലെയറിൻ്റെ ഡിപ്ലീഷനാണ് ഇന്ന് സയൻറ്റിഫിക്കലി ഏറ്റവും വലിയൊരു പ്രോബ്ലമായിട്ട് നിലനിൽക്കുന്നത്. ഓസോൺ ലെയർ ഈസ് ഗെറ്റിംഗ് ഡിപ്ലീറ്റഡ്. ഓസോൺ ലെയർ ഡിപ്ലീറ്റ് ചെയ്യുന്ന അർത്ഥം എന്താണ്? നമ്മുടെ ഭൂമിയെ സംരക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു ലെയർ, നമ്മുടെ ഭൂമിയെ കവർ ചെയ്തുകൊണ്ടിരുന്ന ഒരു ലെയർ പല ഭാഗങ്ങളിലും അപ്രത്യക്ഷിതമാകുവാണ്. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ഭൂമിക്ക് പുറത്തുള്ള പ്രകൃതി കിരണങ്ങൾ, അൾട്രാ വയലറ്റ് റേസ്, ഇൻഫ്രാറെഡ് റേസ് ഭൂമിയിലേക്ക് പതിച്ചാൽ പെട്ടെന്ന് ശരീരത്തിൽ ക്യാൻസർ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, സ്കിൻ ക്യാൻസർ. അപ്പോൾ തന്നെ ഈ പ്രകൃതിയുടെ കിരണങ്ങൾ അല്ലെങ്കിൽ ഈ പ്രകൃതി വലയമില്ലെങ്കിൽ നമ്മുടെ ഭൂമി ഒത്തിരി അറ്റാക്ക് നമ്മുടെ ഭൂമിക്ക് നേരിടും. മനുഷ്യൻ്റെ ജീവന് തന്നെ ഭീഷണിയായിട്ട് നിലനിൽക്കും. അതാണ് വചനത്തിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചത്. ആകാശത്തിൻ്റെ ശക്തി ഇളകിപ്പോവും. ആകാശത്തിനുള്ള ശക്തി ഇതാണ്, അറ്റ്മോസ്ഫിയറിനുള്ള ശക്തി ഇതാണ്, ഭൂമിയെ സംരക്ഷിക്കുന്ന ഓസോൺ ലെയർ. ഇന്ന് നമുക്ക് ചുമ്മാ ഗൂഗിളിലും സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഓസോൺ ലെയർ ഡിപ്ലീഷൻ 30 to 35% ഓസോൺ ലെയറിൻ്റെ ഡിപ്ലീഷൻ ഇപ്പോൾ തന്നെ കഴിഞ്ഞിരിക്കുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് അതിനകത്ത് എഴുതി വെച്ചു ആകാശത്തിൻ്റെ ശക്തി ഇളകിപ്പോകും. ഇന്ന് രാത്രിയിൽ, ഓഗസ്റ്റ് മാസം 11-ാം തീയതി രാത്രിയിൽ ഞാൻ ഈ സമയം നിങ്ങളോട് പ്രഖ്യാപിക്കട്ടെ, ദൈവത്തിൻ്റെ വചനം ആധികാരികതയുള്ളതാണ്. ആകാശം മാറിപ്പോവും, ഭൂമി മാറിപ്പോവും, പക്ഷെ അവിടുത്തെ വചനങ്ങൾക്ക് ഒരു മാറ്റവുമില്ല. അവിടുത്തെ വചനങ്ങൾക്ക് ഒരു മാറ്റവുമില്ലെന്ന് ഇന്ന് രാത്രിയിൽ ഞങ്ങൾ പിന്നെയും തെളിയിക്കുന്നു. ആകാശത്തിൻ്റെ ശക്തി ഇളകിപ്പോവും. അതല്ലേ പണ്ട് ഭക്തന്മാർക്ക് കിട്ടിയ വെളിപ്പാടിൽ, ഭക്തന്മാർക്ക് കിട്ടിയ നോളജിൽ, അവർ പ്രാപിച്ച ദൈവശക്തിയിൽ, ദൈവകൃപയിൽ അവർ എഴുതി വെച്ചു, ആകാശത്തിൻ ശക്തി ഇളകുന്നതാൽ ഭൂവിയിലെന്തു ഭവിക്കുമെന്നോർത്തുകൊണ്ട്. ആകാശത്തിൻ്റെ ശക്തി ഇളകിപ്പോകും. ദൈവത്തിൻ്റെ വചനത്തെ വിശ്വസിക്കുവാൻ സയൻറ്റിഫിക്കായിട്ട് ഇതിലും വലിയ എന്ത് തെളിവാണ് വേണ്ടുന്നത്? ദൈവം രാജാവെന്ന്, ഹീസ് ദ കിങ് ഓഫ് കിങ്സ് എന്ന് തെളിയിക്കുവാൻ ദൈവവചനപ്രകാരമുള്ള എല്ലാ തെളിവുകളും സയൻറ്റിഫിക്കലിയും തെളിയിക്കുന്നു. സയൻസ് ഒരിക്കലും വചനത്തിന് വിപരീതമല്ല. സയൻസ് നന്നായി പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. ദൈവവചനത്തിലെ ഓരോ കാര്യങ്ങളും പ്രൂവ് ചെയ്യുവാണ് സയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി 3-ാമത്തെ കാര്യം, ഈ സിറ്റുവേഷൻ, ഈ ഒരു ജനറേഷനെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് യേശു യെരുശലേമിൽ നിന്ന് യാത്ര തിരിച്ചപ്പോൾ ചെയ്ത ഒരു സംഭവമാണ്. യെരുശലേമിലേക്ക് യേശു പ്രവേശിച്ച് ദേവാലയത്തിലേക്ക് ചെന്നപ്പോൾ യേശു ആദ്യം ചെയ്ത പ്രവൃത്തി, അവിടെ ഉണ്ടായിരുന്ന കുറേ കാര്യങ്ങൾ കണ്ടിട്ട് യേശു കോപിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. നമ്മുടെ ദൈവം കോപിച്ച ഒരൊറ്റ സിറ്റുവേഷനേ ബൈബിളിലുള്ളൂ. നമ്മുടെ യേശു കോപിച്ച ഒരൊറ്റ സിറ്റുവേഷനാണ്. അവൻ ദേവാലയത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ദേവാലയത്തിൽ കണ്ടുവന്നിരുന്ന പ്രവണതകൾ, ഒരു ബിസിനസ് സ്റ്റൈൽ, ഒരു ബിസിനസ് റിലേറ്റഡ് തിങ്സ് ആണ് ദേവാലയത്തിൽ കൂടുതലും അന്ന് സംഭവിച്ചുകൊണ്ടിരുന്നത്. അത് കണ്ടിട്ട് യേശു വളരെ വേദനിച്ചിട്ട് ദേവാലയത്തിൽ വിറ്റുകൊണ്ടിരുന്നവരെയും ബിസിനസ് മൈൻഡോട് നിന്ന എല്ലാവരെയും ദേവാലയത്തിൽ നിന്ന് പുറത്താക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. എന്നിട്ട് യേശു പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, സകല ജാതികൾക്കും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. ഒന്ന് നമ്മൾ ഈ സിറ്റുവേഷൻ വെച്ചിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കേ. ഒരു ചേർച്ചിൻ്റെ ഇമ്പോർട്ടൻസ്, ആധികാരികത യേശു അവിടെ വളരെ വ്യക്തമായിട്ട് സ്പെസിഫിക് ആയിട്ട് കാണിച്ചു തന്നു. ആ ജനറേഷനിൽ, ആ ടൈമിൽ നടന്ന സംഭവമാണ്. യേശു ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ ദേവാലയത്തിൻ്റെ അവസ്ഥ കണ്ടിട്ട് യെരുശലേമിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ, യെരുശലേം ദേവാലയത്തിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ദേവാലയത്തിൻ്റെ സിറ്റുവേഷൻ കണ്ടിട്ട് യേശുവിന് സഹിച്ചില്ല. യേശു വളരെ കോപിച്ചുകൊണ്ട് അവിടുത്തെ ആൾക്കാരെ പുറത്താക്കിയിട്ട് പറയുകയാണ്, എൻ്റെ ആലയം സകല ജാതികൾക്കും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. ഒരു സഭയുടെ ഒരു ശുദ്ധീകരണമാണ് ആ ജനറേഷനിൽ, ആ ടൈമിൽ അവിടെ കാണാൻ കഴിഞ്ഞത്. ഇന്നും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, നമ്മുടെ ചർച്ചുകളുടെയൊക്കെ ഒരു വിഷൻ പലപ്പോഴും മാറിപ്പോയില്ലേ? എത്ര ചർച്ചിൻ്റെ കേസുകളാണ് കോടതിയിൽ കിടക്കുന്നത്. ഒരുമിച്ചിരുന്ന് ആരാധിക്കാൻ കഴിയാതെ, ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻ ഇന്നില്ലേ? അന്നും ആ യെരുശലേം ദേവാലയം സംഭവിച്ചത് അതാണ്. അന്നും പ്രാർത്ഥന അല്ലെങ്കിൽ ആ ഒരു വിഷൻ മാറിയിട്ട് മറ്റുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ഇൻവോൾവ് ആയി. ഇന്നും സംഭവിക്കുന്നത് അതാണ്. ഏത് ക്രിസ്ത്യൻ സമൂഹത്തിനെ നിങ്ങൾ എടുത്തു നോക്കിയോ, സഭകളിൽ വിഭാഗീയതകൾ കൂടുന്നു, സ്പ്ലിറ്റിങ് കൂടുന്നു,
കേസുകൾ, കോടതിയിലേക്ക് കേസുകൾ പോകുന്നു. ആ ഒരു നിലവാരത്തിലേക്ക് നമ്മുടെ ചർച്ചിൻ്റെ വിഷൻ മാറിപ്പോയപ്പോൾ ഒരു ശുദ്ധീകരണം സഭയ്ക്ക് സംഭവിച്ചു. ഈ ഒരു COVID-19 സിറ്റുവേഷൻ നമുക്കൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഇപ്പം എല്ലാ മനുഷ്യൻ്റെയും ഒറ്റ മെൻറ്റാലിറ്റിയേ ഉള്ളൂ, എങ്ങനെയെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കണം, എങ്ങനെയെങ്കിലും ഒന്ന് ആരാധിക്കണം. ഏത് സമൂഹമായിക്കോട്ടെ, ദൈവത്തെ ഒന്ന് കാണണം, സഭ ഒന്ന് തുറക്കണം, സഭയിലേക്ക് ചെന്നിട്ട് ഒന്ന് ആരാധിക്കണം. ആ ഒരു ജനറേഷനിൽ യേശു വളരെ വ്യക്തമായിട്ട് സ്പെസിഫിക് ആയിട്ട് കാണിച്ചു കൊടുത്തു സഭ പ്രാർത്ഥിക്കാനുള്ള സ്ഥലമാണെന്ന്. ഇപ്പോൾ നമ്മുടെ ഒരു സിറ്റുവേഷൻ അതാണ്. ചർച്ച ഒന്ന് തുറന്നായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും പോയിട്ടൊന്ന് പ്രാർത്ഥിക്കാമായിരുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ എല്ലാ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെയും ഉള്ളിലേക്ക് കൊണ്ടുവന്നു ഒരു സഭയുടെ ശുദ്ധീകരണം. ആ ജനറേഷനിലും ഒരു സഭയുടെ ശുദ്ധീകരണം നടന്നു. ഈ ജനറേഷനിലും ചേർച്ചിൻ്റെ ഒരു ആവശ്യകതയും ചേർച്ചിൻ്റെ ഒരു ശുദ്ധീകരണവും നമ്മളെ വളരെ വ്യക്തമായിട്ട്, സിറ്റുവേഷൻ നമുക്കെതിരാണ്, COVID-19 നമുക്കെതിരാണ്, സഭകൾ എല്ലാം അടച്ചിടേണ്ട വന്നു. പക്ഷെ അന്നേരം പ്രാർത്ഥനയുടെ ശബ്ദം ഉയരുവാൻ, എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുവാനുള്ള വചനത്തിൻ്റെ നിവർത്തീകരണം അന്ന് സംഭവിച്ചെങ്കിൽ അത് ഇന്നും, സഭയുടെ ശുദ്ധീകരണം അന്ന് സംഭവിച്ചെങ്കിൽ അത് ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവസഭയെ ശുദ്ധീകരിക്കുന്നു. യേശു ആ കാലത്ത് ശുദ്ധീകരിച്ചെങ്കിൽ യേശുവിൻ്റെ ഒരു ഫേസ് അവിടെ തീരുമ്പോൾ പിന്നെയും യേശു വരുന്നതിൻ്റെ ഒരു ലക്ഷണമാണ്. യേശുവിൻ്റെ രണ്ടാം വരവിൻ്റെ ഒരു പ്രക്രിയയാണ് സഭയുടെ ശുദ്ധീകരണം. അതും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം 3 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പറഞ്ഞത്. ഒതൻസിറ്റി ഓഫ് ജീസസ്, രാജാവാണ് യേശു. വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനത്തിൻ്റെ ആവശ്യകത, ആധികാരികത. അപ്പോൾ തന്നെ ദൈവസഭയുടെ ആധികാരികത, ദൈവസഭയുടെ ശുദ്ധീകരണം ആ കാലഘട്ടത്തിൽ നടന്നു, ഈ ജനറേഷനിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എല്ലാ ക്രിസ്ത്യൻ സമൂഹത്തിനും കേസ് നടത്താൻ ടൈമില്ല, അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ ടൈമില്ല. എല്ലാവരുടെയും ഒറ്റ ചിന്ത, സൂം പ്ലാറ്റ്ഫോം, ഫേസ്ബുക്ക് പ്ലാറ്റ്ഫോം, ലൈവ് പ്ലാറ്റ്ഫോമുള്ള എല്ലാം പ്രേയേഴ്സും പ്രസംഗങ്ങളും മാത്രം. വേറൊരു ഡിസ്കഷൻസിനോ വേറെ ഒരാളുടെ താല്പര്യത്തിനോ ഒന്നും ചെയ്യാൻ കഴിയാത്ത പോലെ പ്രാർത്ഥിക്കാനും ആരാധിക്കാനും മാത്രമായി സഭ ചുരുങ്ങുമ്പോൾ അത് നമ്മളെ തെളിയിക്കുകയാണ്, വചനത്തിലൂടെ തെളിയിക്കുകയാണ്. ഒത്തൻറ്റിസിറ്റി ഓഫ് ചേർച്ച് ഈസ് ഫോർ പ്രേയേഴ്സ്. എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. ആധികാരികത, പ്രേയറിൻ്റെ ആധികാരികത ദൈവം നമ്മളെ വളരെ വ്യക്തമായിട്ട് തെളിയിക്കുകയാണ്. ഇനി 2 കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ വളരെ വേഗത്തിൽ എൻ്റെ വാക്കുകളെ ഇവിടെ നിർത്താൻ പോവുകയാണ്. ഒത്തൻറ്റിസിറ്റി ഓഫ് പീപ്പിൾ, ദൈവജനത്തിൻ്റെ ഒരു ഒത്തൻറ്റിസിറ്റി, ആവശ്യകത. യേശു അത്തീനെ ശപിക്കുന്നതും ഈ ഒരു ടൈമിലാണ്, ഈ ഒരു സമയത്താണ് യേശു അത്തീനെ ശപിക്കുന്നത്. 2 കാര്യങ്ങളാണ്. ഒന്ന് ജനം, ഒന്ന് നേഷൻ. ഒരു രാജ്യത്തിനെ അത് സൂചിപ്പിക്കുന്നു, ഓരോ വ്യക്തികളെയും അത് സൂചിപ്പിക്കുന്നു. യേശു യെരുശലേമിലേക്കുള്ള യാത്രയിൽ, തൻ്റെ മരണത്തോട് അടുക്കുന്ന യാത്രയിൽ യേശു വളരെ വിശന്നിട്ട് നടന്നു വരുമ്പോൾ ഒരു അത്തിയെ കാണുന്നു. അത്തി ഫലം കായ്ക്കേണ്ട ടൈമായിരുന്നു. പക്ഷെ ആ ടൈമിലും ആ ഒരു സീസണായിരുന്നു, അത്തിയിൽ നിന്ന് ഫലം പുറപ്പെടുവിക്കേണ്ട ഒരു സീസണായിരുന്നു അത്. പക്ഷെ ആ അത്തിയിൽ നിന്നും ഒരു ഫലവും കാണാത്തത് കൊണ്ട് യേശു ആ അത്തിയെ ശപിക്കുന്നു. ഈ ഒത്തൻറ്റിസിറ്റി ഓഫ് പീപ്പിൾ, ദൈവജനത്തിൻ്റെ ആവശ്യകത എന്താണ്, ആധികാരികത എന്താണെന്ന് ഞാൻ ഒന്നുകൂടെ തെളിയിക്കുകയാണ്. ദൈവം ഫലം കായ്ക്കാൻ നമ്മളെ ഏൽപ്പിക്കുന്ന ഒരു ടൈമുണ്ട്. ആ ടൈമിൽ ആത്മാവിൻ്റെ ഫലങ്ങൾ നമുക്ക് പുറപ്പെടുവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ദൈവം നമ്മയും ശപിക്കുവാനിടയായിത്തീരും. ദൈവം തന്നിരിക്കുന്ന അവസരങ്ങൾ, ദൈവം തന്നിരിക്കുന്ന ആത്മീയ കാഴ്ചപ്പാടുകൾ, ദൈവം തന്നിരിക്കുന്ന വെളിപ്പാടുകൾ, ദൈവം തന്നിരിക്കുന്ന നന്മകൾ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ കഴിയാതെ, ഫലം കായ്ക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. ദൈവം വരുന്ന ടൈമിൽ നമ്മളെയും കണ്ടു കഴിഞ്ഞാൽ നമ്മളും കൈവിടപ്പെട്ടു പോകും. അതാണ് ദൈവമക്കളുടെ ആവശ്യകത, അതാണ് ദൈവജനത്തിൻ്റെ ആവശ്യകത. അത്തീനെ നോക്കി യേശു ഇപ്രകാരം പറയുന്നു, ആ അത്തീനെ ശപിക്കുന്നു. ദൈവജനമേ, ദൈവമക്കളെ, നമ്മളിലും ഫലം പുറപ്പെടുവിക്കേണ്ടതാണ് നമ്മൾ. പക്ഷെ പലപ്പോഴും നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് ദൈവത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കാൻ കഴിയാതെ നാം മാറി നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു മടങ്ങി വരവുണ്ട്, യേശുവിൻ്റെ 2ാം വരവുണ്ട്. ആ വരവിൽ നാം കൈവിടപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ട്. അതാണ് അത്തി ഒരു വ്യക്തിനെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യേശു ശപിക്കുമ്പോൾ ഒറ്റ കാര്യമാണ് നാം മനസ്സിലാക്കേണ്ടത്. നമ്മിൽ നിന്നും കർത്താവ് നോക്കുന്ന ടൈമിൽ ഫലം കായ്ക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ക്രിസ്ത്യൻ ലൈഫ് കൊണ്ട് ഒരു യൂസും കഴിയുന്നില്ല. അത്തിയെ നോക്കി യേശു ശപിക്കുന്നു. അപ്പോൾ തന്നെ അത്തി എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ കാണിക്കുകയാണ്. അത്തി എന്ന് പറയുന്നത് ഒരു രാജ്യത്തിനാണ്. പഴയ നിയമം മുതൽ ഇങ്ങോട്ട് വരുമ്പോൾ ഇസ്രായേലിൻ്റെ ഒരു സിഗ്നലായിരുന്നു. ഇസ്രായേലിനെ വ്യക്തമായിട്ട് കാണിക്കുന്ന ഒരു സിമ്പലായിരുന്നു അത്തി എന്ന് പറയുന്നത്. യേശു ആ ജനറേഷനിൽ, ഞാൻ 2 ജനറേഷൻ്റെ താരതമ്യം പിന്നെയും കൊണ്ടുവരികയാണ്. യേശു ആ ജനറേഷനിൽ അത്തിയെ ശപിച്ചു. ശിഷ്യന്മാർ പിന്നെ വന്ന് നോക്കുമ്പോൾ ആ അത്തി വേരോട് ഉണങ്ങിപ്പോയത് കാണുവാൻ കഴിയുന്നു. ആ ജനറേഷനിൽ യേശു അത്തിനെ ശപിച്ചു. വാട്ട് ഹാപ്പൻഡ്?
25 വർഷങ്ങൾ, യേശു മരിച്ചതിന് 25 വർഷങ്ങൾക്ക് ശേഷം ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു രാജ്യം, അല്ലെങ്കിൽ യെരുശലേം, ആ സമയത്ത് ഇസ്രായേൽ എന്നല്ലായിരുന്നു, ആ സമയത്ത് യെരുശലേം എന്നൊക്കെയാണ് അറിയപ്പെട്ടിരുന്നത്. ജെറുസലേം ചിഹ്ന ഭിന്നമായി പോകുന്നത് കാണുവാൻ കഴിയുന്നു. അത്തിയെ ശപിച്ചു, അത്തി ഉണങ്ങിപ്പോയി, ഒരു ഫലവും കായ്ക്കാതെ, യെരുശലേം എന്ന് പറഞ്ഞൊരു രാജ്യം പോലും ഇല്ലാതെ, ആ സമയത്തെ റോമൻ ഗവൺമെൻറ് പോലും ഇല്ലാതായിപ്പോയി. 25 വർഷങ്ങൾക്ക് ശേഷം അത്തിനെ ശപിച്ചു. പക്ഷേ ശിഷ്യന്മാർ പിന്നെയും യേശുവിനോട് ആ യാത്രയിൽ, യെരുശലേമിലേക്കുള്ള യാത്രയിൽ ചോദിക്കുന്ന വേറൊരു ചോദ്യമുണ്ട്. എപ്പോഴാണ് കർത്താവെ അങ്ങ് രണ്ടാമത് മടങ്ങി വരുന്നതെന്ന് ചോദിക്കുമ്പോൾ യേശു പറയും, ഞാൻ ആ ശപിച്ച അത്തി ഇല്ലയോ, അത് പിന്നെയും തളിർക്കുമ്പോൾ എൻ്റെ വരവ് അടുക്കും. ഞാൻ ജനറേഷനെ കമ്പയർ ചെയ്യുകയാണ്. ആ അത്തി ഇസ്രായേൽ എന്ന് സൂചിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഇസ്രായേലിനെ കാണിക്കുന്ന അത്തി അന്ന് ശപിക്കപ്പെട്ടു, അന്ന് അത് നിർമൂലമായി പോയി, രാജ്യം തന്നെ ഇല്ലാതായിപ്പോയി. പക്ഷേ ആ അത്തി തളിർക്കുമെന്ന് യേശു അപ്പച്ചൻ പറഞ്ഞു. ഒരു 1940s and 48 കാലഘട്ടം നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ പെട്ടെന്നാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞ ഒരു രാജ്യത്തിൻ്റെ ഒരു റിക്കവറി സംഭവിക്കുന്നത്. 1000-2000 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ നശിക്കപ്പെട്ടുവെങ്കിൽ 1947 ഞാൻ 2 ജനറേഷനെ പിന്നെയും കമ്പയർ ചെയ്യുവാണ്. യേശു അന്ന് പറഞ്ഞ അത്തി ശപിക്കപ്പെട്ടു, അന്ന് പറഞ്ഞ അത്തി ഉണങ്ങിപ്പോയി. പക്ഷേ ആ അത്തി തളിർക്കുമെന്ന് കർത്താവിൻ്റെ വാക്ക് പറഞ്ഞു. അത് ഈ ജനറേഷനിലാണ് സംഭവിച്ചത്. 1947-48 കാലഘട്ടത്തിൽ ഇസ്രായേൽ എന്ന രാജ്യം വളരെ പെട്ടെന്ന് ഉടലെടുക്കപ്പെട്ടു. പല ഹിറ്റ്ലറിൻ്റെ ഒരു കാലഘട്ടത്തിൽ പല ഇടങ്ങളിലേക്ക് ചിതറിപ്പോയ, ഭൂമിയുടെ എമ്പാട് ചിതറിപ്പോയ യഹൂദന്മാർ ഒരുമിച്ച് ചേർന്ന് തിരിച്ചു വന്ന് 1948 ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു രാജ്യം പിന്നെയും ഫോം ചെയ്തു. ആ ജനറേഷനിൽ ശപിക്കപ്പെട്ട അത്തി തളിർക്കുമെന്ന് യേശു പറഞ്ഞെങ്കിൽ ഈ ജനറേഷനാണ് സംഭവിച്ചത്. 1947 അത്തി ഇസ്രായേലിനെ കാണിക്കുന്നു, ഇസ്രായേൽ എന്ന രാജ്യം രൂപപ്പെട്ട് കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ആ യേശുവിൻ്റെ വരവിനെ സൂചിപ്പിക്കാൻ, തെളിയിക്കാൻ, ദൈവജനത്തിനെ, ഇസ്രായേലിൻ്റെ എന്ന രാജ്യത്തിൻ്റെ ആധികാരികത തെളിയിക്കാൻ ഇനിയും വേറൊന്നും വേണ്ടല്ലോ. അത്തി തളിർക്കുമെന്ന് കർത്താപ്പച്ചൻ പറഞ്ഞു. ഇന്ന് നമുക്കത് കാണുവാൻ കഴിയുന്നു. ഇസ്രായേൽ എന്ന രാജ്യം രൂപപ്പെട്ട് കഴിഞ്ഞു. 1947-48 കാലഘട്ടത്തിൽ ഇസ്രായേൽ എന്ന രാജ്യം രൂപപ്പെട്ട് കഴിഞ്ഞു. അവസാനമായി യേശു മരണത്തിൻ്റെ വേദനകളിലും മരണത്തിൻ്റെ സിറ്റുവേഷനിലൂടെ പോകുമ്പോൾ അനേകർ യേശുവിനെ ചൊല്ലി കരയുന്നത് കാണുന്നു. അപ്പം യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, യെരുശലേം പുത്രിമാരെ, യെരുശലേം അമ്മമാരെ, എന്നെ ഓർത്ത് കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ തലമുറയും ഓർത്ത് കരയുകയും. ഈ ഒരു വാക്കും വളരെ സ്പെസിഫിക് ആണ്. ആ ജനറേഷനിൽ യേശു പറഞ്ഞു, നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും ഓർത്ത് കരയുവിൻ. ഇന്നൊന്ന് ആലോചിച്ച് നോക്കുകയും, ഏത് രാജ്യം എടുത്തോ, ഏത് സ്ഥലം എടുത്തോ, പണ്ട് ക്രിസ്ത്യൻ സമൂഹത്തിൽ ഉണ്ടായിരുന്നവർ, അവരുടെ തലമുറകൾ ഇന്ന് ക്രിസ്ത്യൻ സമൂഹത്തിലില്ല. വളരെ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് പലയിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് കർത്താവിനെ ആത്മാർത്ഥമായി സേവിച്ചവരുടെ തലമുറ, ഞാനും ഒരു ദേവദാസൻ്റെ മകനാണ്, അപ്പോൾ എന്നെയും കൂടെ പ്രതിക്കൂട്ടിൽ നിർത്തി ഞാൻ പറയുകയാണ്, അന്ന് കർത്താവിൻ്റെ വിഷൻ കൊണ്ട് ഇറങ്ങിയ ഒരു ജനറേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമ്മുടെ വിഷൻ മാറിപ്പോകുന്നത് പോലെ നമുക്ക് തോന്നുന്നില്ലേ? നമ്മൾ എവിടെയോ അന്യപ്പെട്ടു പോകുന്ന പോലെ നമുക്ക് തോന്നുന്നില്ലയോ? എന്തോ നമ്മൾക്ക് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം, നമുക്കുണ്ടായിരുന്ന സോഴ്സസ് ഒന്നും നമ്മൾ ഉപയോഗിക്കാതെ, ദൈവം ഏൽപ്പിച്ച വേലകളൊന്നും നമ്മൾ ചെയ്യാതെ മാറി നിൽക്കുമ്പോൾ, യെരുശലേം പുത്രിമാരെ, യെരുശലേം അമ്മമാരെ, നിങ്ങളുടെ തലമുറകളെ ഓർത്ത് കരയുവീൻ എന്ന് യേശു അന്ന് സൂചിപ്പിച്ചെങ്കിൽ അത് ഈ ജനറേഷനിൽ പ്രാവർത്തികമായിക്കൊണ്ടിരിക്കും. തലമുറകൾ അന്യപ്പെട്ടു പോകുന്നു. ദൈവ സമൂഹത്തിൽ നിന്നും, ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്നും തലമുറകൾ അന്യപ്പെട്ടു പോകുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് തലമുറകളെ ചൊല്ലി കരയേണ്ട ഒരു നിമിഷമാണ് ഇതെന്ന് ഞാൻ ഈ ലൈവിലൂടെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ ഈ ലോകത്തിൽ എന്ത് അധ്വാനിച്ചാലും, എന്ത് നേടിയാലും, നിങ്ങളുടെ തലമുറ, യോശുവ പറഞ്ഞതുപോലെ ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. നിങ്ങളുടെ തലമുറ, നിങ്ങളുടെ കുടുംബം ദൈവത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ ദൈവത്തിന് പ്രയോജനകരമായി തീരുന്നില്ലെങ്കിൽ എന്ത് നേടിയാലും ഒരു പ്രയോജനവുമില്ല. യെരുശലേം പുത്രിമാരെ, നിങ്ങളുടെ തലമുറയെ ഓർത്ത് കരയുവിൻ എന്ന് യേശു അന്ന് സൂചിപ്പിച്ചെങ്കിൽ അത് ഈ ജനറേഷനിൽ പ്രാവർത്തികമാകുന്നു. ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു 20+ to 30 ഏജിലുള്ളവർ പലരും ചർച്ചിലേക്ക് വരുന്നില്ല, ആരാധനകൾക്ക് സംബന്ധിക്കുന്നില്ല. പല ആരാധനാലയങ്ങളും പല സഭകളും ഒക്കെ ഒരു ഓൾഡർ ജനറേഷന് മാത്രം, ആ ഒരു ജനറേഷന് മാത്രം മതി എന്നുള്ള ചിന്തയിലേക്ക് മാറിപ്പോവുകയാണ്. ഒരു യങ്ങർ ജനറേഷൻ പലരും സഭകളിലേക്ക് പോകാതെ, ആരാധനയിൽ പങ്കെടുക്കാതെ, ആത്മീയ കാര്യങ്ങളിൽ ഇൻവോൾവ് ആകാതെ മാറി നിൽക്കുമ്പോൾ, ഞാൻ ഇന്ന് യേശു പറഞ്ഞ ആ വാക്ക് ഇന്ന് സ്പെസിഫിക് ആയിട്ട് പിന്നെയും പറയുന്നു. ആധികാരികത ഓഫ് ചർച്ച്, ദൈവസഭയുടെ ആധികാരികത, ദൈവവചനത്തിൻ്റെ ആധികാരികത ഞാൻ ഫോക്കസ് ചെയ്തിട്ട് ഒന്നുകൂടെ പറയട്ടെ. തലമുറകളെ ഓർത്ത് കരയുവിനെന്ന്
എന്ന് യേശു അന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇന്ന് തലമുറകളെ ഓർത്ത് കരയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇത് സൂചിപ്പിക്കുന്ന ഒന്നേ ഉള്ളൂ, 2 ജനറേഷൻ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ, 2 ജനറേഷനെ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ, യേശുവിൻ്റെ യെരൂശലേം യാത്ര തുടങ്ങുന്നത് മുതൽ യേശുവിൻ്റെ മരണം വരെയും ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ 4 കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഒന്ന്, യേശുവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. അവൻ രാജാവായി വരുമെന്ന് അന്ന് അവൻ പറഞ്ഞു, ഇന്നത് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു. ദൈവം പറഞ്ഞ അന്നത്തെ വാഗ്ദത്തങ്ങൾ ഒന്നും ഇന്നും മാറിയിട്ടില്ല. ദൈവവചനം അതുപോലെ തന്നെ സ്പെസിഫിക് ആയിട്ട് മുമ്പോട്ട് പോകുന്നു. ഒത്തൻറ്റിസിറ്റി ഓഫ് ദ ചേർച്ച്, ദൈവസഭയുടെ ഒരു ശുദ്ധീകരണം യെരൂശലേമിൽ നടന്നുവെങ്കിൽ, ആ ടൈമിൽ നടന്നുവെങ്കിൽ, ഇന്നും ദൈവസഭ ബാക്കിയുള്ള വിഷൻസ് എല്ലാം മാറ്റിവെച്ചിട്ട് പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കുമായിട്ട് മാത്രം ഒതുങ്ങി പോകുന്ന ഒരു സമയം, ഒരു ശുദ്ധീകരണത്തിൻ്റെ ടൈം ഇന്ന് അതിക്രമിച്ചിരിക്കുന്നുവെങ്കിൽ, ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നുവെങ്കിൽ, അത് സൂചിപ്പിക്കുന്നത് മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ 2ാം വരവ് മാത്രമാണ്. ഒത്തൻറ്റിസിറ്റി ഓഫ് പീപ്പിൾ, ദൈവജനത്തിൻ്റെ ഒരു മടങ്ങി വരും. അത്തിയെ നോക്കി ശപിക്കുമ്പോൾ യേശു പറയുന്നു അത്തി തളിർക്കുമെന്ന്. ഫലം കായ്ക്കാതെ പോകാതെ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ബാക്കിയുള്ള ടൈം നമ്മളിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ട ആത്മാവിൻ്റെ ഫലങ്ങൾ, സ്നേഹം, സന്തോഷം, സമാധാനം ഒക്കെ മുമ്പോട്ട് പുറപ്പെടുവിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം സ്ഥിരതയോടെ നയിക്കാം. ദൈവം അന്ന് പറഞ്ഞു അത്തി തളിർത്തു, ഒരു നേഷൻ പിന്നെയും ഫോം ചെയ്യുമെന്ന്. 1948 ഇസ്രായേൽ ഫോം ചെയ്തെങ്കിൽ ആ ജനറേഷനിൽ കർത്താവ് പറഞ്ഞതാണ് ഇസ്രായേൽ നശിപ്പിക്കപ്പെടുമെന്ന്. ആ ജനറേഷനിൽ ഇസ്രായേൽ നശിപ്പിക്കപ്പെട്ടു. ഈ ജനറേഷനിൽ ഇസ്രായേൽ പിന്നെയും ഫോം ചെയ്തു. അങ്ങനെയെങ്കിൽ 2 ജനറേഷനെയും കമ്പാരിസൺ നടത്തി കഴിയുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും, ഈ ടൈം ആണ് ദ കമ്മിങ് ഓഫ് ജീസസ്. ഈ ജനറേഷനാണ് ദൈവത്തിൻ്റെ 2ാം വരവിൻ്റെ, യേശുവിൻ്റെ 2ാം വരവിൻ്റെ ടൈം എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. എന്നെ ഈ ലൈവിൽ കേൾക്കുന്ന ആരെങ്കിലും കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാത്തവരുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കട്ടെ. ദൈവമാണ് രാജാവ്, യേശുവാണ് ഭൂമിയിൽ രക്ഷിക്കപ്പെടുവാൻ നമുക്കുള്ള ഏക മാർഗം. ഈ യേശുവിനെ അറിയാത്ത ആരെങ്കിലും ഈ ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ദൈവവചനത്തിൻ്റെ എൻ്റെ ഈ ലൈവിൽ മെസ്സേജിലൂടെ എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ. ആധികാരികത ഓഫ് ജീസസ്, ദൈവത്തിൻ്റെ authenticity of word of authenticity of God, authenticity of word of God, authenticity of the church and authenticity of the people and the nation Israel. ഇത്രയും കാര്യങ്ങൾ സയൻറ്റിഫിക് ആയിട്ടും ദൈവവചനത്തിൽ ആസ്പദമാക്കി ഞാൻ തെളിയിച്ചുകൊണ്ട് ഇന്ന് പറയട്ടെ, യേശു രാജാവ്. ഈ യേശുവിനെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു നിമിഷം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങൾ അഭിമുഖീകരിക്കുന്ന സിറ്റുവേഷൻ എന്ത് തന്നെ ആയിക്കോട്ടെ, ആ ഒരു സിറ്റുവേഷനെ മാറ്റുവാൻ, ആ ഒരു സിറ്റുവേഷനെ ഓവർകം ചെയ്യുവാൻ ഒരു ദൈവശക്തിയുണ്ട്, ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ പേരാണ് യേശു. അവൻ രാജാവായി വീണ്ടും വരും എന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞെങ്കിൽ, ആ ജനറേഷനിൽ അവൻ പറഞ്ഞ കാര്യങ്ങൾ ഈ ജനറേഷനിൽ ഈ സമയത്ത് അത് നിവർത്തീകരിക്കുന്നുണ്ടെങ്കിൽ, അത് തെളിയിക്കുവാൻ ഈ ദൈവവചനത്തിൽ നിന്ന് കഴിയുന്നുണ്ടെങ്കിൽ, അതിൽ കൂടി എനിക്ക് ഇത്ര മാത്രമേ നിങ്ങളോട് ഓർമ്മിപ്പിക്കാനുള്ളൂ, അവൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ഈ ദൈവത്തെപ്പോൾ ഇത്ര നല്ല ഒരു ദൈവം വേറെയില്ല. ഈ ദൈവത്തെപ്പോൾ ഇത്ര സ്നേഹിക്കുന്ന ഒരു ദൈവമില്ല. ഈ ദൈവത്തെ ഇപ്പോൾ ഇത്ര നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമില്ല. ഈ ദൈവത്തെ അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം ഏതുമായിക്കോട്ടെ, നിങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ഒരു പക്ഷേ പ്രകൃതി ദുരന്തങ്ങളാൽ നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടായിരിക്കാം, COVID-19 സിറ്റുവേഷനാൽ നിങ്ങളുടെ ജോലികൾ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഈ ദൈവം വിശ്വസ്തൻ. ഈ ദൈവത്തെ ഒന്ന് അറിഞ്ഞു നോക്കൂ. ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ദ ലോർഡ് ഈസ് ഗുഡ്. ഈ ദൈവത്തെ ഒന്ന് അറിഞ്ഞു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം, നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ദൈവ സമാധാനം, ഒരു ദൈവിക സമാധാനം വളരെ ശക്തമാണ്. ഇന്ന് രാത്രിയിൽ ഈ വൈകിയ വേളയിൽ ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുമ്പോൾ, ഈ യേശുവിനെ അറിയാത്ത ആരെങ്കിലും എൻ്റെ ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, എനിക്കറിയാം എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്സിൽ കൂടുതൽ പേരും നോൺ ക്രിസ്ത്യൻസ് ആണ്, എൻ്റെ കൂടെ പഠിച്ചവരാണ്. ഞാനിങ്ങനെ പ്രസംഗിക്കുന്നത് കാണുമ്പോൾ ഒരു പക്ഷേ അവർ ചിന്തിക്കുക ഇവൻ എന്ത് പറയുന്നതെന്ന്. പക്ഷേ ഞാൻ എൻ്റെ വാക്കുകളോട് നിർത്തുമ്പോൾ ഞാൻ വളരെ വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കട്ടെ, ദ ഓത്തൻറ്റിസിറ്റി ഓഫ് ഗോഡ്, ആധികാരികത ഓഫ് ജീസസ്, ആധികാരികത ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്, ആധികാരികത ഓഫ് ദ ചേർച്ച്. ദൈവത്തിൻ്റെ സഭയുടെ ശുദ്ധീകരണം, ദൈവത്തിൻ്റെ സഭ അന്ന് നിലനിൽക്കുന്നത് എങ്ങനെയാണ്, ഇന്നത്തെ ജനറേഷനിലും ദൈവസഭയുടെ നിലനിൽപ്പ് എങ്ങനെയാണ്. ദ ഓത്തൻറ്റിസിറ്റി ഓഫ് ദ പീപ്പിൾ ആൻഡ് ദ നേഷൻ ഇസ്രായേൽ, ഇസ്രായേലിൻ്റെ ആധികാരികത, അപ്പോൾ തന്നെ ദൈവജനത്തിൻ്റെ ആധികാരികത. ഈ യേശുവിനെ അറിയാത്ത ആരെങ്കിലും എൻ്റെ ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ യേശുവിനെ അറിയാത്ത ആരെങ്കിലും എൻ്റെ ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, ഇത്ര നല്ലൊരു ദൈവത്തെ കണ്ടുമുട്ടിയതാണ് എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്ന, ഇന്ന് ഞാൻ ആയിരിക്കുന്ന സമാധാനവും, ഇന്ന് എനിക്കുള്ള എല്ലാ സമാധാനത്തിൻ്റെയും എല്ലാ അനുഗ്രഹത്തിൻ്റെയും ഉറവിടം ഈ യേശുവിനെ അക്സെപ്റ്റ് ചെയ്തതാണ്. അങ്ങനെയെങ്കിൽ ഈ യേശുവിനെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന സിറ്റുവേഷനിൽ ദൈവം വിശ്വസ്തനാണ്. ഈ ദൈവത്തെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ലൈഫിൽ നിശ്ചയമായും ഒരു ചേഞ്ച് ഉണ്ടാകും. വചനത്തിൽ ഇങ്ങനെ പറയുന്നു, അവൻ നിന്നെ ഒരു നാളും കൈവിടുന്ന ദൈവമല്ല, ഒരു നാളും കൈവിടാതെ ഒരു നല്ല സ്നേഹിതനായി, ഒരു നല്ല നാഥനായി അങ്ങ് ഞങ്ങളുടെ കൂടെ ഉള്ളതിനായി സ്തോത്രം. ഞാൻ ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ ഫേസ്ബുക്ക് പേജിൻ്റെ ഒരു
ഒരു ടൈറ്റിൽ തന്നെ ഇങ്ങനെയാണ്, ഫെയ്ത്ത് വോയിസ്, വിശ്വാസത്തിൻ്റെ ശബ്ദം. ഇന്ന് ഞങ്ങൾ വിശ്വാസത്തിൻ്റെ ശബ്ദത്തോടെ പറയട്ടെ, യേശു രാജാതിരാജാവ്. ഇന്ന് ഞങ്ങൾ വിശ്വാസത്തോടെ പ്രഖ്യാപിക്കട്ടെ, ദൈവത്തിൻ്റെ വചനം ആധികാരികതയുള്ള ദൈവവചനം. ഇന്ന് ഞാൻ വിശ്വാസത്തോടെ പ്രഖ്യാപിക്കട്ടെ, ദൈവസഭ ആധികാരികതയുള്ള ദൈവസഭ. ഇന്ന് ഞാൻ വിശ്വാസത്തോടെ പ്രഖ്യാപിക്കട്ടെ, ഒത്തൻറ്റിസിറ്റി ഓഫ് പീപ്പിൾ, ദൈവജനം ആധികാരികതയുള്ളത്, ഇസ്രായേൽ ആധികാരികതയുള്ളത്. എല്ലാ ഒരു നിമിഷം ഞാൻ എൻ്റെ വാക്കുകളോട് നിർത്തുമ്പോൾ എല്ലാ കണ്ണുകളും അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗീയ പിതാവേ, തിരുനാമത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നപ്പാ. അങ്ങയുടെ കൃപ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. കഴിഞ്ഞ നാളിൽ ഞങ്ങളെ പരിപാലിച്ചത് അങ്ങാണല്ലോ കർത്താവ്. സിറ്റുവേഷനിൽ കർത്താവ് ഞങ്ങൾക്കറിയാം പ്രകൃതി ദുരന്തങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു കർത്താവ്. COVID-19 സിറ്റുവേഷൻ ഒരു സൈഡിൽ ഞങ്ങളെ അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ ഈ ജനറേഷനിലെ സംഭവങ്ങൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് അവിടുത്തെ യെരുശലേമിലെ യാത്ര മുതൽ മരണം വരെ അങ്ങ് പ്രഖ്യാപിച്ച ഓരോ കാര്യങ്ങളും, അവിടുത്തെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷവും അങ്ങ് പറഞ്ഞ ഓരോ കാര്യങ്ങളും ഈ ജനറേഷനിൽ നിവർത്തിക്കുന്നുണ്ടെങ്കിൽ അതൊരു കാര്യം ഞങ്ങളെ വിളിച്ചോർമ്മിപ്പിക്കുന്നു, അവിടുത്തെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. അങ്ങയുടെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ അപ്പോൾ തന്നെ അങ്ങ് അറിയാത്ത ആരെങ്കിലും വേണ്ടി ലൈവിൽ കേൾക്കുന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഈ ദൈവവചനം സ്പർശിക്കട്ടെ. യേശുവിനെ ശിതമായി സ്വീകരിക്കുവാൻ ഒരവസരം ദൈവം നൽകട്ടെ. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഈ ഫേസ്ബുക്ക് പേജിനായിട്ട് പ്രാർത്ഥിക്കുന്ന അപ്പാ ജിജോ യോഹന്നാൻ പാസ്റ്റർ ഞങ്ങളുടെ വിവരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ, തൻ്റെ ദാസന ശുശ്രൂഷയെ കഥ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. മാത്യൂസ് ജോൺ പാസ്റ്ററിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പോൾ തൻ്റെ മകനെ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷ കർത്താവ് ഉമ്മാനിക്കണേ കർത്താവ്. ഈ ഒരു യങ് ജനറേഷനിൽ, ഈ ഒരു സയൻറ്റിഫിക് യുഗത്തിൽ കർത്താവെ, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ ഹോവേ സേവിക്കുമെന്ന് യോശുവ കർത്താവെ വിളിച്ചു പറഞ്ഞതുപോലെ കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് കർത്താവ് ലൈവിലുള്ള ഒരുമിച്ച് പറയുന്നു. ഞങ്ങൾക്ക് കർത്താവ് നൽകിയിരിക്കുന്ന ഒരു ക്രിസ്ത്യ പ്രത്യാശയിൽ ഞങ്ങൾ ഉറച്ചു നിന്നുകൊണ്ട് ഞങ്ങൾ പറയുന്ന ദൈവവചനത്തിൽ ഞങ്ങൾ ഉറച്ചു നിന്നുകൊണ്ട് പറയുന്നു കർത്താവ്, അങ്ങയുടെ വചനം ആധികാരികതയുള്ളത്, അങ്ങയുടെ വാക്കുകൾ ആധികാരികതയുള്ളത്, ദൈവസഭ ആധികാരികതയുള്ളത്, യേശു രാജാതിരാജാവ്, ദൈവജനം ആധികാരികതയുള്ളത്. ദൈവം എല്ലാവരും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആർക്കെങ്കിലും കർത്താവ് രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ സൗഖ്യം പ്രഖ്യാപിക്കുന്നു. കർത്താവെ, ആരെങ്കിലും കർത്താവെ ഫ്ലഡിനാൽ ഭാരപ്പെടുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ സമാധാനം കുടുംബങ്ങളിലേക്ക് അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ആരെങ്കിലും കർത്താവെ കടഭാരത്താൽ ഭാരപ്പെടുന്നുവെങ്കിൽ ദൈവം കർത്താവെ യേശുവെ അങ്ങയുടെ സാന്നിധ്യം അയച്ച് കർത്താവെ പ്രോബ്ലങ്ങളെ സോൾവ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ആരെങ്കിലും കർത്താവെ സമാധാനമില്ലാതെ കർത്താവെ അലയുന്നുണ്ടെങ്കിൽ, ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, യേശുവെ COVID-19 ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ദൈവമേ അങ്ങയുടെ സാന്നിധ്യം അയക്കണമേ, യേശുവിൻ്റെ കരം തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ജനറേഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യെരുശലേം മാതാപിതാക്കളെ നിങ്ങളുടെ തലമുറ ഓർത്ത് കരയുമെന്ന് വചനത്തിൽ പറഞ്ഞുവെങ്കിൽ കർത്താവെ ഞങ്ങളെ തന്നെ ഓർത്ത് ഞങ്ങൾ വിലപിക്കുന്നപ്പാ, ഞങ്ങളിലേക്ക് നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ പിന്നെയും ജീവിപ്പിക്കില്ലയോ. ദ റെസ്റ്റോറേഷൻ ഓഫ് ദ സ്പിരിറ്റ് പിന്നെയും നടക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മാനവും മഹത്വപ്പച്ചനെ കരയറ്റുന്നു. എൻ്റെ കൂടെ ലൈവിലായിരിക്കുന്ന എല്ലാ ദൈവമക്കളും വിവരങ്ങളെ കേൾപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടിയനെ താഴ്ത്തുന്നു. പ്രാർത്ഥന പച്ചൻ കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു.